Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമ്മളിവിടെ വരെയാണ് ക്വാളിറ്റി അഷുറൻസ് ആണ് ആപ്പ് എടുത്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഭാഗമായില്ലേ? എത്ര എണ്ണം പറഞ്ഞിരുന്നു? 8 വരെ പറഞ്ഞു. MRD വരെ. 8 വരെ പറഞ്ഞു. എക്സാം പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞില്ലേ എക്സാം കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞു അല്ലെ? പറഞ്ഞില്ലേ? ഉണ്ടായിരുന്ന ആളുകള് പറഞ്ഞിരുന്നു. അങ്ങനെയാണോ? പറഞ്ഞു. ഓക്കെ. അപ്പം അടുത്തത് 10th ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അല്ലെ? 10th സ്റ്റാർട്ട് ചെയ്യണം. 9 വരെ പറഞ്ഞ് നിർത്തി കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ.
ഓക്കെ, അപ്പൊ അതായത് HRM ആയിരുന്നു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ചെയ്യുന്നത്. അതിൽ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട പെർസെന്റേജുകൾ എടുക്കും. എംപ്ലോയിയുടെ അട്രീഷൻ റേറ്റ്, എത്ര പേര് അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ലീവ് ചെയ്ത് ആ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുന്നുണ്ട്, അതിന്റെ റേറ്റും എംപ്ലോയീസിന്റെ ആബ്സെന്റിസം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ റേറ്റ് എടുക്കുന്നു. അതുപോലെ കൃത്യമായിട്ട് എംപ്ലോയീസിന് റൈറ്റ്സുകളെ കുറിച്ച്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച്, അവരുടെ വെൽഫെയർ സ്കീംസിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുള്ള എംപ്ലോയീസ് എത്ര പേരുണ്ട് അതിന്റെ പെർസെന്റേജ്. അതുപോലെ പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സുമായി ബന്ധപ്പെട്ട സമ്പർക്കങ്ങളുമായി ബന്ധപ്പെട്ട എത്ര സ്റ്റാഫുകൾക്ക് അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സിന്റെ എക്സ്പോഷേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അതിന്റെ പെർസെന്റേജുകളാണ് നമ്മൾ ഈ ഒരു HRM പറഞ്ഞത്. അടുത്തതായിട്ട് 10th one ആണ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അപ്പൊ അതിലെ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ആകെ ഒരു എണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഓൾറെഡി പഠിച്ചതല്ലേ നിങ്ങള്? നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ പഠിച്ചിരുന്നു. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, എത്ര സമയം നമുക്ക് ഒരു ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു ഡിസ്ചാർജ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഡിസ്ചാർജ് പറഞ്ഞതിന് ശേഷം ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമുക്ക് ബില്ലും കാര്യങ്ങളും കിട്ടി നമുക്ക് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ തിരിച്ച് അവിടെ പോരാനായിട്ട് ഒരുപാട് സമയം എടുക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിലും അത് തന്നെയാണ് പറയുന്നത്. എത്ര സമയമാണോ നമുക്കൊരു ഡിസ്ചാർജ് ഡോക്ടർ അഡ്വൈസ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് എത്ര സമയം നമുക്ക് ആ ഒരു ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് പോരാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പേഷ്യൻസിനും ഒരു പർട്ടിക്കുലർ ടൈമില് ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസിന് ഓരോരുത്തർക്കും എത്ര സമയം വീതമാണ് എടുക്കുന്നത് എന്നതിന്റെ പെർസെന്റേജ് എടുത്ത് ആ ഒരു ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. അതാണ് ഡിസ്ചാർജ് സമ്മറിയിൽ പറയുന്നത്. ഒരെണ്ണം മാത്രമേ പറയുന്നുള്ളൂ. ക്ലിയർ ആണോ? ജസ്റ്റ് ആ ഒരെണ്ണം മാത്രം നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് 11th one ആണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഇതും മാനേജ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. എന്ന് വെച്ചാൽ എന്താ? ഒരു നിർണായകമായ ഉപകരണങ്ങളുടെ തകർച്ച സമയം. അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ബയോമെഡിക്കൽ എക്യുപ്മെന്റുകളാവാം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ജനറൽ എക്യുപ്മെന്റ് പൊതുവായിട്ടുള്ള ഉപകരണങ്ങളാവാം. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള നിർണായകമായിട്ടുള്ള ഉപകരണങ്ങളുടെ ബ്രേക്ക് ഡൗൺ ടൈം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് നമ്മൾ അത്യാവശ്യമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഉപകരണങ്ങൾ എത്ര സമയത്തിനുള്ളിലാണ് അത് ബ്രേക്ക് ഡൗൺ ആയി പോകുന്നത്? അപ്പൊ നമ്മൾക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ വാങ്ങി നമ്മൾ അധികം നാളത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവാം, അത് ചിലപ്പോൾ തകർച്ചയിലാവും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഉപകരണങ്ങളുടെയും എപ്പോഴാണ് ബ്രേക്ക് ഡൗൺ ടൈം അല്ലെങ്കിൽ അത് എപ്പോഴാണ് അതിന്റെ ആ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആയത്, അതുമായി ബന്ധപ്പെട്ട സമയങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുകയും അതിന് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കുന്നത് എങ്ങനെയാ? അത് എന്താണ് നമ്മൾ ഒരുമിച്ച് എപ്പോഴും എല്ലാ ഉപകരണങ്ങളും മൊത്തം നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിട്ടല്ല അത് റിപ്പയർമെന്റ് ചെയ്യുന്നത് അല്ലെ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുത്ത് കൃത്യമായി ആനുകാലികമായി ഈ പറയുന്ന ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് എപ്പോഴും മെയിന്റനൻസുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ അത് ലാസ്റ്റ് വരെയും ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന സമയം വരെയും വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഏതൊരു ഉപകരണങ്ങളും നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഉപകരണം വർക്ക് ചെയ്യാതാവുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവിടെ നിന്ന് പോകും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മൾ അതിനനുസരിച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇത് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തണം. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെയുള്ള ഓരോ ഉപകരണങ്ങളും വളരെ നിർണായകമായിട്ടുള്ള ഓരോ ഉപകരണങ്ങളുടെയും ബ്രേക്ക് ഡൗൺ ടൈം എത്രത്തോളം മാസം അല്ലെങ്കിൽ എത്ര മാസം അത് നിലനിൽക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വിലയിരുത്തണം. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള റിപ്പയറുകൾ കൊടുക്കണം, മെയിൻ്റനൻസുകൾ കൊടുക്കണം. രണ്ടാമത്തത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. അതിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലാവാം, ICUവിലാവാം, ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാവാം. ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ എത്രത്തോളം ആ ഒരു ഉപയോഗ നിരക്കാണ് ഇവിടെ നമ്മൾ
നമ്മൾ ഉപയോഗിക്കും. ഒരു എക്യുപ്മെന്റ് മേടിച്ചു, ആ ഒരു എക്യുപ്മെന്റ് ചിലപ്പോൾ നമുക്ക് ഒരു വർഷത്തോളം നമ്മൾ ഉപയോഗിച്ചെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു വർഷമാണ് അല്ലെ. ആ ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഉപകരണങ്ങളും എത്ര നാൾ നമ്മൾ ഉപയോഗിച്ചു അതിന്റെ ആ ഒരു ഉപയോഗ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പെർസെന്റേജ് എടുക്കുന്നു അല്ലെങ്കിൽ റേറ്റ് എടുക്കുന്നു. ആ ഒരു നിരക്കിലൂടെ നമുക്ക് ഓരോ ഉപകരണങ്ങൾ വാങ്ങിയാലും എത്ര നാൾ നമുക്ക് അവിടെ എന്താണ് കേടുപാടുകളില്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ കംപ്ലൈന്റുകളും ഇല്ലാതെ എത്ര നാളത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നൊരു കണക്കും കാര്യങ്ങളും കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉപകരണങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഉപകരണങ്ങൾ പെട്ടെന്ന് തീരാറായി പെട്ടെന്ന് അതിന്റെ ഒരു ഉപയോഗം ഒരു മേടിച്ചിട്ട് നമുക്ക് ഒരു വർഷം ആയിട്ടുണ്ട് ഏകദേശം. അപ്പൊ അങ്ങനെ ഒരു വർഷം വരെയാണ് മാക്സിമം അതിന്റെ യൂട്ടിലൈസേഷൻ നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം ആവാറാവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഒരെണ്ണം വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. കാരണം ഇത് എപ്പോഴാണ് അത് നിന്നു പോകുന്നത് അതേ സമയത്ത് നമുക്ക് അതിന് പകരം ഒരെണ്ണം അതേ സമയത്ത് തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള യൂട്ടിലൈസേഷൻ റേറ്റുകൾ കൂടി ഈ ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് എടുത്ത് അതിനനുസരിച്ച് റിപ്പയറിംഗ് കൊടുക്കണം, അതിനനുസരിച്ച് ആനുകാലികമായിട്ട് ചെക്കപ്പുകൾ ചെയ്യണം. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ ആവശ്യമാണെങ്കിൽ പർച്ചേസ് ചെയ്യുകയും വേണം. ഇപ്പൊ ഈ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈമും അതുപോലെ എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? 11 എണ്ണമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതില് 9 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി 2 എണ്ണമാണ് ഡിസ്ചാർജ് സമ്മറിയും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റും. ഡിസ്ചാർജ് സമ്മറിയില് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, എത്ര സമയമാണ് ഒരു ഡിസ്ചാർജിന് ഡോക്ടർ അഡ്വൈസ് ചെയ്താൽ അവിടെ മുതൽ നമ്മൾ അവിടുന്ന് ബില്ല് അടിച്ച് നമ്മൾ അവിടുന്ന് പോരുന്നത് ഡിസ്ചാർജിന് പോരുന്നത് വരെ എടുക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് ഡിസ്ചാർജ് ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പെർസെന്റേജുകൾ എടുക്കുന്നു. ഇനി മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, അപ്പോൾ നിർണായകമായ ഉപകരണങ്ങളുടെ തകർച്ചാ സമയം എത്ര സമയം ആകുമ്പോഴാണ് അത് ബ്രേക്ക് ഡൗൺ ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് റേറ്റുകൾ കാര്യങ്ങൾ ഓരോ ഉപകരണങ്ങളുടെയും നമ്മൾ എടുക്കും. അതിനനുസരിച്ച് അതിപ്പോ ഒരു ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആവാം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഉപകരണങ്ങളാവാം, അവരുടെ ആ ഒരു റേറ്റ് എടുത്ത് ബ്രേക്ക് ഡൗൺ ടൈമുമായി ബന്ധപ്പെട്ട റേറ്റുകൾ എടുക്കുന്നു. അതോടൊപ്പം തന്നെ എക്യുപ്മെന്റ്സ് എത്ര നാൾ നമ്മൾ ഉപയോഗിച്ചു അവരുടെ ഉപയോഗ നിരക്കും നമ്മൾ എടുക്കുന്നു. അതിനനുസരിച്ച് കൃത്യമായ റിപ്പയർ ചെയ്യണം, മെയിൻ്റനൻസ് കൊടുക്കണം, ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താണ് പർച്ചേസും കാര്യങ്ങളും ചെയ്യുകയും വേണം. ക്ലിയർ ആണോ? ഡിസ്ചാർജ് സമ്മറിയും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതില് ഒരു ഹോസ്പിറ്റലിന് ഈ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ കുറച്ച് എലിജിബിലിറ്റീസ് അല്ലെങ്കിൽ യോഗ്യതകളുണ്ട്. ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെ യോഗ്യതകളാണ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഈ ഒരു നാഗിന്റെ അക്രഡിറ്റേഷൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ HCO that satisfy the following requirements. നമുക്കറിയാം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ട്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെ, SHCO ഉണ്ട്. അപ്പൊ രണ്ടിനും രണ്ട് രീതിയിലുള്ള യോഗ്യതകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, അതായത് 50 ബെഡിൽ കൂടുതൽ അല്ലെ, അതല്ലേ ആ ഒരു കണക്ക്. 50 ബെഡിൽ കൂടുതൽ ഉള്ള ഹോസ്പിറ്റലുകൾക്ക് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ യോഗ്യതകൾ അല്ലെങ്കിൽ ആവശ്യകതകൾ ഉണ്ടെങ്കിൽ നാവിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അവർക്ക് അപേക്ഷ സമർപ്പിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. Currently in operation as a health care provider, it should be above 50 beds. Since hospital below 50 beds will come under SHCO standards. അതായത് നിലവില് ഈ പറയുന്ന സ്ഥാപനം ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അല്ലാതെ പുതിയതായിട്ട് എന്താണ് തുടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനി അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് തുടങ്ങാനിരിക്കുന്നതോ ഒന്നും ആവരുത്. നിലവില് ഓൾറെഡി ഇതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട്
വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണം. ഓൾറെഡി ഉണ്ടായിരിക്കണം ആ ഒരു സ്ഥാപനം. അത് കുറച്ച് നാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടി ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് എബവ് 50 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലായിരിക്കണം ബെഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ബിലോ 50 ബെഡ്സ്, 50 ബെഡിൽ കുറവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകളിലേക്ക് ഉൾപ്പെടും. അപ്പൊ അവിടെ SHCO നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അതിൻ്റെതായ സ്റ്റാൻഡേർഡുകൾ ലാബ് തയ്യാറാക്കും. അപ്പോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും രണ്ടിനും രണ്ട് രീതിയിലുള്ള സ്റ്റാൻഡേർഡുകളാണ്. കാരണം ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വലിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകളാകുമ്പോൾ അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ചിലപ്പോൾ ഈ പറയുന്ന ചെറിയ ഹോസ്പിറ്റലുകൾക്ക് പാലിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ നാം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ 50 ബെഡിൽ താഴെയാണെങ്കിൽ അത് HHCO എന്ന് പറയുന്ന സ്റ്റാൻഡേർഡുകളിൽ ഉൾപ്പെടും. 50 ബെഡിൽ കൂടുതലാകുമ്പോഴാണ് അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ HCO എന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുക. അതുപോലെ തന്നെ നിലവിൽ അതൊരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട്, ആരോഗ്യ പരിചരണം നൽകുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടി ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ യോഗ്യത. രണ്ടാമത്തത്, the hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. ഇനി രണ്ടാമത് പറയുന്ന ഹോസ്പിറ്റലില് ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് വിച്ച് ഇസ് presently 30%, 30% അവിടെ പേഷ്യൻസ് നിലവിൽ കറന്റ് അവിടെ ഉണ്ടായിരിക്കണം എന്ന്. ആ ഒരു കുറഞ്ഞ അളവിലെങ്കിലും, ആ ഒരു 30% അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ മൂല്യത്തിലെങ്കിലും പേഷ്യൻസ് എന്തായാലും ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് which will evaluate the quality of care given to the patients. അപ്പൊ നമുക്കറിയാം പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനോ ഇപ്പൊ ഒബ്സർവേഷനിലൂടെയോ നേരിട്ട് അവരോട് ഇന്റർവ്യൂസ് നടത്തിയോ ഒക്കെ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പരിചരണത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് വേണ്ടേ? ഇവർ അംഗീകാരം അക്രഡിറ്റേഷന് വേണ്ടി ഇവർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവർ വന്ന് എന്ത് ചെയ്യും? ഈ ലാബ് വന്ന് എന്ത് ചെയ്യും? പരിശോധനകൾ നടത്തും അല്ലെ? അതിനുള്ള മൂല്യനിർണ്ണയങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ നടത്തും, ഇവാലുവേഷൻസ് നടത്തും. അപ്പൊ അങ്ങനെ അസസ്മെന്റുകളും ഇവാലുവേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് അവരുമായിട്ട് ഇന്റർവ്യൂസിലൂടെയോ നേരിട്ട് ഒബ്സർവേഷൻസിലൂടെയോ ഒക്കെ ആ ഹോസ്പിറ്റലുകാർ അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം അറിയാൻ പറ്റൂ. അങ്ങനെ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് കുറഞ്ഞത് പ്രസന്റ് ഒരു 30% പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ യോഗ്യത. മൂന്നാമത്തത്, the organization that commits to abide by NAB standards and applicable legal, statutory or regulatory requirements. അപ്പൊ ഈ സ്ഥാപനങ്ങള് നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം. അത് നിർബന്ധമാണ് അല്ലെ? നാബിന് ഒരു അംഗീകാരം കൊടുക്കണമെങ്കിൽ നാബിന്റെ മാനദണ്ഡങ്ങൾ അവർ പാലിച്ചേ പറ്റുള്ളൂ. അതൊന്നാമത്തെ കാര്യം. അതല്ലാതെ applicable legal, statutory and regulatory requirements, നിയമപരമായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ നല്ല ഏതൊരു സ്ഥാപനത്തിനും അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളില്ലേ? നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നു, ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മള് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ, കാര്യങ്ങൾ, ലൈസൻസുകളൊക്കെ എടുക്കണം അല്ലെ? എന്തൊരു ബിൽഡിംഗ് വന്നാലും നമ്മളൊരു വീട് പണിയുമ്പോഴും അങ്ങനെ ഒരുപാട് പെർമിറ്റും കാര്യങ്ങളൊക്കെ നമ്മള് ലോക്കൽ ആയിട്ടുള്ള അതോറിറ്റീസിൽ നിന്ന് എടുക്കാറില്ലേ? അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലാണ് പ്രത്യേകിച്ച്. കാരണം അവിടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ വേണം, പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടത് വേണം, അതുപോലെ റേഡിയോളജി ലൈസൻസുകൾ വേണം, ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് സ്റ്റോർ ചെയ്യാനും സപ്ലൈ ചെയ്യാനുമായിട്ടുള്ള ലൈസൻസുകൾ വേണം. ഇങ്ങനെ ഓരോരോ വിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമപരമായ ഇങ്ങനെയുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന എല്ലാ ലൈസൻസുകളിലും കുറേയധികം നിയമങ്ങൾ പറയുന്നുണ്ട് അല്ലെ? അവര് ചെയ്യേണ്ടതായിട്ടുള്ള നിയമങ്ങൾ, ആ ഹോസ്പിറ്റലുകാര് ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പാലിക്കേണ്ടത് പറയുന്നുണ്ട്, കുറെ നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഹോസ്പിറ്റലിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ആ ഹോസ്പിറ്റലിന് ബാധകമായിട്ടുള്ള ഈ പറയുന്ന എല്ലാ ആവശ്യകതകളും അവർ പാലിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നാബിന്റെ മാനദണ്ഡങ്ങളും പാലിക്കാനായിട്ട് ഈ സ്ഥാപനം ബാധ്യസ്ഥരായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനും, അതായത് ഇവര് ആപ്ലിക്കബിൾ ആണ്, ഈ പറയുന്ന ബാധ്യതയുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാനും നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാനും
താല്പര്യമുള്ള അല്ലെങ്കിൽ ബാധ്യസ്ഥതയുള്ള സ്ഥാപനങ്ങൾ മാത്രം ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് അവർ അംഗീകാരം കൊടുക്കുന്നില്ല. നാലാമത്തത്, the healthcare organization should have implemented NAB standards in the HCO for a minimum of 3 months. അതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നമുക്കൊരു നാബിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് മുൻപ് ഒരു 3 മാസം മുൻപെങ്കിലും, മിനിമം ഒരു 3 മാസം എന്നാ പറയുന്നത്, മിനിമം 3 മാസം മുൻപെങ്കിലും ഈ നാബിന്റെ മാനദണ്ഡങ്ങൾ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം അവിടെ അപ്ലൈ ചെയ്യാൻ പോവാൻ. അല്ലാതെ എന്താണ് നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്യാം, നാളെ മുതൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് അക്രഡിറ്റേഷൻ കിട്ടിയിട്ട് അവിടെ നാബ് സ്റ്റാൻഡേർഡ്സ് പാലിക്കാമെന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എങ്ങനെയാ, ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ 3 മാസം മുൻപെങ്കിലും, മിനിമം ഒരു 3 മാസം മുൻപെങ്കിലും ഈ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് വേണം, ആ ഒരു നടപ്പിലാക്കി 3 മാസം കഴിഞ്ഞിട്ട് വേണം ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. അപ്പൊ 4 കാര്യങ്ങളാണ് ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഒരു അക്രഡിറ്റേഷന് വേണ്ടി ഉള്ള യോഗ്യതകൾ. അതിൽ ഒന്നാമത്തത്, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. 50 ബെഡിൽ കൂടുതലാണെങ്കിൽ അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കാറ്റഗറിയിൽ വരുന്നു. 50 ബെഡിൽ കുറവാണെങ്കിൽ അത് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കാറ്റഗറിയിൽ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടും. രണ്ടാമത്തത്, ഹോസ്പിറ്റലിൽ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് അറ്റ്ലീസ്റ്റ് 30% എങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിലൂടെ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം പേഷ്യൻസിലൂടെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തത്, ഓർഗനൈസേഷനിൽ എന്തായാലും നിർബന്ധമായിട്ടും അവർ ബാധ്യസ്ഥരാണ് നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത്. നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവർ നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള മറ്റ് നിയമങ്ങളും നിയന്ത്രണങ്ങളും അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, അവർക്ക് ബാധകമായിട്ടുള്ള മറ്റ് നിയമങ്ങളും നിയന്ത്രണങ്ങളും കൂടി അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പാലിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് മാത്രമേ ഈ നാബ് അംഗീകാരം നൽകുകയുള്ളൂ. ലാസ്റ്റ് പറയുന്നത്, ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് നാബിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്, ഒരു അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മിനിമം 3 മാസം മുൻപെങ്കിലും അവർ ആ ഒരു നാബിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയിട്ട് വേണം അവിടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ. വേഗം ഒന്ന് വായിച്ചു നോക്കി. എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അബൈഡ് ചെയ്യാൻ പാലിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കുന്നത്, ആ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ട എലിജിബിലിറ്റീസിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ എന്ന് ചോദിക്കാം. ഓൾ ഓഫ് ദ എബോവ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. വായിച്ചു കഴിഞ്ഞു? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. These standards are to be used by the whole organization and not for a certain service within the organization. ഈ ഒരു സ്റ്റാൻഡേർഡ്സ് നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിൽ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്
മൊത്തത്തിലാണ് ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത്. നോട്ട് ഫോർ എ സർട്ടൻ സർവീസ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ടാവും. ആ സർവീസുകൾക്ക് മൊത്തത്തിലല്ല, അത് ഒരു പർട്ടിക്കുലർ സർവീസിന് വേണ്ടി മാത്രം നമ്മൾ അംഗീകാരം നൽകുന്നു, അല്ലെങ്കിൽ ഇന്ന സർവീസുകൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ അംഗീകാരം നൽകുന്നു, അങ്ങനെയല്ല. ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും സർവീസുകളും ഉൾപ്പെടുത്തി മൊത്തത്തിലാണ് നമ്മൾ ഈ ഒരു അംഗീകാരം നൽകുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ്. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരുപാട് സർവീസുകൾ അവർ നൽകുന്നുണ്ട്, അല്ലെ? ഒരുപാട് സർവീസുകൾ അവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ സ്റ്റാൻഡേർഡ്സ് ആർ ഈക്വലി ആപ്ലിക്കബിൾ ടു ഓൾ സർവീസസ് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലുള്ള എല്ലാ സർവീസുകൾക്കും ഈക്വലി ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ബാധകമാണ്. അപ്പൊ എല്ലാ സ്റ്റാൻഡേർഡ്സും കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ സർവീസുകളും അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സർവീസിന് വേണ്ടി അല്ലെങ്കിൽ രണ്ട് സർവീസുകൾക്ക് വേണ്ടി മാത്രം എന്ന രീതിയിൽ ഇവിടെ ഒരു അംഗീകാരം നൽകുന്നില്ല. മറിച്ച് ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് മൊത്തത്തിലാണ് നമ്മൾ ആ ഒരു എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷനിൽ അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള എല്ലാ സർവീസുകൾക്കും തുല്യമായിട്ട് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ആണ്, നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിലെ. ലാസ്റ്റ് നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കി, ഇതൊരു സർട്ടിഫിക്കറ്റിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്, കോപ്പിയാണ്. അതായത് നമ്മുടെ നാബ് അംഗീകാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാബിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒരു മോഡൽ കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് ഒന്ന് നോക്കാം കേട്ടോ. National Accreditation Board for Hospitals and Healthcare Providers, Constant Board of Quality Council of Indian കീഴിൽ വരുന്ന ഒരു ഘടക ബോർഡാണ്. അവര് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അവർ നൽകിയിരിക്കുന്ന ആർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ്? അതൊരു ഹോസ്പിറ്റൽ നോക്കിയേ, മംഗല ഹോസ്പിറ്റൽ ആൻഡ് മംഗല കിഡ്നി ഫൗണ്ടേഷൻ, അതൊരു ബജ്റ ഹിൽസ്, കദ്രി റോഡ്, മംഗളൂരു. അപ്പൊ അത് ആ ഒരു കർണാടക ജില്ലയിലെ ആ ഒരു ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒരു നാബിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അത് പ്രീ അക്രഡിറ്റേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം പ്രോഗ്രസീവ് ലെവല്, ആദ്യം നമ്മുടെ എൻട്രി ലെവല് നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ഫീസും കാര്യങ്ങളും അടയ്ക്കുന്നു. അതിനുശേഷം അക്രഡിറ്റേഷൻ മുൻപ് ഉള്ള അസസ്മെന്റ് കാര്യങ്ങൾ പ്രോഗ്രസീവ് ലെവൽ ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് അംഗീകാരം നൽകുന്നു. ഈ 3 സ്റ്റേജുകളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ട്. ആ മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടും. സ്റ്റെപ്പ് ഒന്നും നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല, അതിൽ അധികം കൂടുതലൊന്നും പഠിക്കാനില്ല. PG-യിലേക്കൊക്കെ വരുമ്പോൾ അത് കൂടുതൽ പഠിക്കാനുണ്ടാവും കേട്ടോ. അതിലെങ്ങനെയാണ് has been assessed and found to be comply with the NAB's pre-accreditation entry level hospital requirements. This certificate is valid for the scope as specified in the annexure, subject to continued communication with the entry level requirement. നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ഒരു റിക്വയർമെന്റ് ആവശ്യകതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിരിക്കും. അതുപോലെ ഏത് സ്കോപ്പ്, ഏത് രീതിയിലുള്ള സർവീസുകൾക്ക് വേണ്ടിയാണ് അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു അംഗീകാരത്തിന് കീഴിൽ എന്തൊക്കെ സർവീസുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അക്രഡിറ്റേഷൻ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിന്റെ ഭാഗമായിട്ട് വേറെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ വാലിഡേറ്റ് ഒരു യൂണിക് നമ്പർ ഉണ്ടായിരിക്കും. നോക്കിയേ, സർട്ടിഫിക്കറ്റ് നമ്പർ കണ്ടോ? അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നമ്പർ യൂണിക് നമ്പർ ആണ്. എല്ലാ സർട്ടിഫിക്കറ്റിനും ഈ നമ്പർ ആയിരിക്കും? അല്ല, ഓരോ സർട്ടിഫിക്കറ്റിനും വ്യത്യസ്തമായ യൂണിക് നമ്പറുകളായിരിക്കും. എന്ന് മുതൽ വാലിഡ് ആണ്, വാലിഡ് ഫ്രം ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്ന് പോലെ വാലിഡ് ത്രൂ എന്ന് വാലിഡിറ്റി അവസാനിക്കും. അപ്പൊ എന്ന് മുതൽ ആ വാലിഡിറ്റി ഡേറ്റ്, ആ ഒരു വാലിഡിറ്റിയുടെ ഡേറ്റ് എന്ന് മുതൽ വാലിഡ് ആണ്, എന്ന് മുതൽ എന്ന് ആ ഒരു വാലിഡിറ്റി അവസാനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ പോലെ തന്നിരിക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആണോ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ് കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 5 ആണ് കേട്ടോ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. Chapter 5, ethical and legal issues.
നിങ്ങളുടെ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവാറായോ? എല്ലാ ടീച്ചേഴ്സും ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ഫോർത്ത് മോഡ്യൂളിലേക്ക് കടന്നിട്ടുണ്ടോ? കടന്നു. തേർഡ് മോഡ്യൂൾ എല്ലാവരുടെയും കംപ്ലീറ്റ് ആയിരുന്നോ? ഉണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ മിസ്സിന്റെ ലാസ്റ്റ് തേർഡ് മോഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ. അപ്പൊ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എത്തിക്കൽ എന്ന് പറയുന്നത് എന്താ? ധാർമ്മികത അല്ലെ? അതുപോലെ നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഹോസ്പിറ്റലിൽ ഒരുപാട് എത്തിക്സ് പ്രകാരമാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നതല്ലേ? ഫിലിംസിലാണെങ്കിലും ആ ഒരു വേർഡ് കേട്ട് കാണല്ലേ, ഞാൻ എന്നെ എത്തിക്സ് വിട്ടൊന്നും പ്രവർത്തിക്കില്ല എന്നൊക്കെ അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസ് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ അവരുടെ ധാർമ്മികത, അവരുടെ ജോലിയുമായിട്ടുള്ള, അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെ, തൊഴിൽപരമായിട്ടുള്ള കുറെ ധാർമ്മികതയുണ്ട്. അതുപോലെ ലീഗൽ ഇഷ്യൂസ്, നിയമപരമായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം എത്തിക്കൽ ആസ്പെക്ട്സ് നോക്കും, ലീഗൽ ആസ്പെക്ട്സ് നോക്കും, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കും, പിന്നെ കുറച്ച് ലോസ് പഠിക്കാനുണ്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. ആ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബാധകമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ, ചെറിയ ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. ആദ്യം നമ്മൾ എത്തിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള വശങ്ങളാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം ലീഗൽ ആസ്പെക്ട്സ് പറയും. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ എന്താണ് ആദ്യം എത്തിക്കൽ ആസ്പെക്ട്, അല്ലെങ്കിൽ എന്താണ് ആദ്യം ഒരു ലീഗൽ അല്ലെങ്കിൽ ലോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് ആദ്യം പറയുന്നത് കേട്ടോ. ആദ്യം എത്തിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ധാർമ്മിക വശങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. നോക്കിയേ, കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ members of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. ഈ ഒരു എത്തിക്കൽ അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണലിലുള്ള ഏർപ്പെട്ടിരിക്കുന്ന അംഗങ്ങൾ തന്നെ, അവര് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടമാണ് കോഡ് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു പെരുമാറ്റച്ചട്ടമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ആ ഒരു ധാർമ്മികത എന്ന് പറഞ്ഞാൽ ആ മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങൾ അവര് തന്നെ, അതായത് വേറെ പുറമേ നിന്നുള്ള ആളുകളല്ല, ആ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ അംഗങ്ങൾ തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവര് ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അവര് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു സെറ്റ് ഓഫ് കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പെരുമാറ്റ ചട്ടങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അതുപോലെ സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ, എന്ന് വെച്ചാൽ എന്താ, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അതിൽ ഉൾപ്പെടുന്ന ഒരു അംഗങ്ങളോ അപമാനങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ വേണ്ടി, ഈ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഡിസ്ഗ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപമാനം വരുത്തി വെക്കുക, അങ്ങനെയുള്ള അപമാനങ്ങളോ കാര്യങ്ങളോ വരുത്തി വെക്കാതിരിക്കാനും ആ ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ട ആ ഒരു വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനും വേണ്ടി ആ മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങൾ തന്നെ ഏർപ്പെടുത്തിയ ഒരു സെറ്റ് ഓഫ് പെരുമാറ്റച്ചട്ടങ്ങളെ അല്ലെങ്കിൽ ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. To control the practice of medicine, എന്തിനു വേണ്ടി, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. So that its members do not bring disgrace to the profession. ഇങ്ങനെ ഒരു എത്തിക്സിലൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് അവർ ആ ഒരു വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അപമാനങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളെയാണ് കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്താണ് മനസ്സിലായോ? എത്തിക്സ്
എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലിയർ ആയോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തത് പറയുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ്. അതായത് മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകള് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവര് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അതിനെയാണ് എന്താണ് എത്തിക്സ് എന്ന് പറയുന്നത്. അത് ആര് തന്നെ ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആര് തന്നെ സെറ്റ് ചെയ്യുന്നത്? ആ മെഡിക്കൽ പ്രൊഫഷനിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്ന പെരുമാറ്റച്ചട്ടങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും അതിനിടയിൽ ഇതിലുള്ള അംഗങ്ങളുടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തടയുക. അതുപോലെ ഈ ഒരു പ്രൊഫഷനെ അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എനിക്ക് മാത്രമേ മിസ് അടുത്തത് പറയുള്ളൂ. കാരണം കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് അതൊന്ന് കണക്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു ഭാഗം മാത്രം ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു നോക്കേണ്ടതായിട്ട് വരുള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾക്ക് നമ്മൾ പോകും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സിംപ്ലസ്റ്റ്, ഇനി വളരെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് പറയാം? എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ധാർമ്മിക തത്വങ്ങൾ അല്ലെങ്കിൽ ആ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾ പാലിക്കേണ്ടതായിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ധാർമ്മിക തത്വങ്ങളെയാണ് ശരിക്കും എളുപ്പത്തിൽ നമുക്ക് എത്തിക്സ് എന്ന് പറയാം. എത്തിക്സ് ഈസ് കൺസേൺ വിത്ത് what is good for individual and society and is also described as moral philosophy. So ethics എന്ന് പറയുന്നത് in this is concerned എന്തിനെ ആശങ്കപ്പെടുന്ന ഒന്നാണ്? What is good for individuals and society. വ്യക്തികൾക്കും സൊസൈറ്റിക്കും എന്താണ് ആവശ്യം അല്ലെങ്കിൽ എന്താണ് അവർക്ക് നല്ലതാവുന്നത്, അല്ലെ എന്താണ് അവർക്ക് നല്ലത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ആശങ്കയാണ് ശരിക്കും എത്തിക്സിലൂടെ പറയുന്നത്. അപ്പൊ എത്തിക്സ് ഈസ് കൺസേൺ വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ എന്താണ് നല്ലതാവുന്നത്, അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ കൊടുത്താൽ അതിന് എങ്ങനെ പെരുമാറിയാൽ അവർക്ക് നല്ല രീതിയിലേക്ക് വരും, അങ്ങനെയുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ആശങ്കയാണ് ശരിക്കും എത്തിക്സിലൂടെ നമ്മൾ തരുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് മോറൽ ഫിലോസഫി. ഇതിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? മോറൽ ഫിലോസഫി അല്ലെങ്കിൽ ധാർമ്മിക തത്വചിന്ത എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയും വരെ ഒന്നും കൂടി നോക്കാം കേട്ടോ. അപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? സിംപ്ലി നമുക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനത്തെയാണ് എത്തിക്സ് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. അതായത് അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസ് എങ്ങനെ പെരുമാറണം, അതിലൂടെ അത് ഏറ്റവും കൂടുതലായിട്ട് ആ ധാർമ്മിക തത്വങ്ങൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തിനാണ് ആശങ്കപ്പെടുന്നത്? നമ്മുടെ സൊസൈറ്റിക്ക് അതുപോലെ നമ്മുടെ അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും എന്താണ് നല്ലതാവുക, എങ്ങനെ പെരുമാറിയാൽ നല്ലതാവും, അല്ലെങ്കിൽ എങ്ങനെ അവരോട് സംസാരിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോട് ഇടപെടിക്കാൻ നല്ലതാവുന്നത് എന്ന രീതിയിൽ. അത് നെഗറ്റീവായിട്ട് ഒരിക്കലും പറയുന്നില്ല. നല്ല ധാർമ്മികതയോടുകൂടി അവരോട് പ്രവർത്തിച്ചാൽ അവർക്കത് നല്ല രീതിയിലല്ലേ വരിക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും എന്ത് ചെയ്യുന്നത്? ആശങ്കപ്പെടുന്നത്. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് മോറൽ ഫിലോസഫി അല്ലെങ്കിൽ ധാർമ്മിക തത്വചിന്ത എന്നും നമുക്ക് ഈ എത്തിക്സിനെ വിശേഷിപ്പിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് അടുത്ത പോയിന്റ് പറയട്ടെ. Okay. A code of ethics is one which gives employees or members a general idea of what kind of behavior and decisions are desirable and encouraged at a business or organization. ഈ ഒരു എത്തിക്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു വിപുലമായിട്ടാണ് വരുന്നത്. which gives employees, ഇതിലൂടെ ഈ ഒരു പെരുമാറ്റച്ചട്ടത്തിലൂടെ അത് എന്തൊക്കെയാണ് ആ എംപ്ലോയീസിന് നൽകുന്നത്? gives employees or members, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് തൊഴിലാളികൾക്കോ അവിടെ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾക്കോ ഒരു പൊതുവായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നു. എന്തിനെ കുറിച്ച്? ഓഫ് വാട്ട് കൈൻഡ്സ് ഓഫ് ബിഹേവിയർ, ഏത് തരത്തിലുള്ള പെരുമാറ്റം ആ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അഭികാമ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ആശയം അവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിലൂടെ ലഭിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇന്ന് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ പെരുമാറ്റച്ചട്ടം. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് വിചാരിക്കാം. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരെങ്ങനെ പെരുമാറണം, അല്ലെ? ആ ഒരു സ്ഥാപനത്തിന് ഇഷ്ടമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സ്ഥാപനം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്റ്റാഫിൽ നിന്നും അങ്ങനത്തെ രീതിയിൽ അവർക്ക് അഭികാമ്യമാവുന്ന രീതിയിലുള്ള പെരുമാറ്റം ഏതാണ്, അല്ലെ? എങ്ങനത്തെ പെരുമാറ്റം അല്ലെങ്കിൽ എങ്ങനത്തെ തീരുമാനങ്ങളിലാണ് ആ സ്ഥാപനം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ നന്നായി ബിഹേവ് ചെയ്യാൻ നമ്മൾ ആ സ്ഥാപനം അതേ രീതിയിൽ നിങ്ങൾ പെരുമാറാൻ പറഞ്ഞ് നമ്മളൊരു പ്രോത്സാഹനം നൽകും, അല്ലെ? ഇപ്പൊ നമ്മൾ നന്നായിട്ട് പെരുമാറി, അപ്പൊ നല്ല രീതിയിൽ ആ പേഷ്യന്റ് അപ്പൊ അതിനൊരു സെർവന്റിനാണ് ഒരു കോംപ്ലിമെന്റേഷൻ തന്നു, ആ സ്റ്റാഫ് നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചു, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്നു. അപ്പൊ ആ ഹോസ്പിറ്റലുകാരൻ നമുക്ക് എന്ത് എൻകറേജ്മെന്റ് തരിക? എന്ത് എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം തരിക? എന്താണ് തരുന്നത്? ഇനി മേലാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്നാണോ പറയുക? അങ്ങനെയാണോ പറയുന്നത്? അല്ല, ഇനിയും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ പെരുമാറണം, അല്ലെ? ആ ഒരു വരുന്ന പേഷ്യൻസിനും ഇനിയും നിങ്ങൾ ഈ രീതിയിൽ തന്നെ പെരുമാറണം എന്ന രീതിയിലല്ലേ നമുക്ക് പ്രോത്സാഹനം തരുള്ളൂ. അപ്പൊ ഇതുപോലെ ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെയുള്ള അംഗങ്ങൾക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന്, തൊഴിലാളികൾക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു ഐഡിയ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ധാർമ്മികപരമായ ഒരു പെരുമാറ്റച്ചട്ടത്തിലൂടെ ലഭിക്കുന്നുണ്ട്. എന്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നത്? എന്തിനെ കുറിച്ചുള്ള? ആ ഒരു ഓർഗനൈസേഷനിൽ അവർ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ അവരവിടെ പെരുമാറണം, അല്ലെ? വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ, ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ആ സ്ഥാപനത്തിന് അഭികാമ്യമായി തോന്നുന്നത്, അല്ലെ? ഓരോ സ്ഥാപനത്തിനും അവരുടേതായ സ്ഥാപനത്തിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളായിരിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ആ സ്ഥാപനത്തിന് അഭികാമ്യമായിട്ടുള്ളത്, എങ്ങനെയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളെയാണ് ആ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പൊതുവായിട്ടുള്ള ഒരു ഐഡിയ ഈ കോഡ് ഓഫ് എത്തിക്സിലൂടെ അല്ലെങ്കിൽ ഈ ധാർമ്മിക ചിന്തയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റച്ചട്ടത്തിലൂടെ അവിടെയുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ ആ ഒരു പോയിന്റ് എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയോ? ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. മിസ്സിന് മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് ഓക്കെ ആണോ? അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നേ. ഒന്നുകൂടെ പറയണം, ഒന്നുകൂടെ പറഞ്ഞു തരാലോ. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ധാർമ്മികപരമായിട്ടുള്ള പെരുമാറ്റം ചട്ടങ്ങളാണ്, അല്ലെ? ഒരു സ്ഥാപനത്തിന് അവരെങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചല്ലേ അവിടെ പറയുന്നത്, അല്ലെ? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തില് ഒരു ബിസിനസ് പരമായിട്ടുള്ള സ്ഥാപനമാവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പൊതുവായിട്ടുള്ള കാര്യം. ഇപ്പൊ ഹോസ്പിറ്റലിൽ മാത്രം എടുത്തല്ല പറയുന്നത്, പൊതുവായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു മെമ്പർ, അവിടുത്തെ ഒരു അംഗമാണ് അവര്, അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളിയാണ്, അവർക്ക് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന പെരുമാറ്റച്ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറച്ചൊരു പൊതുവായ ഒരു ഐഡിയ ഇതിനെ കുറിച്ച് കിട്ടും. ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിലൂടെ അവർ ആ സ്ഥാപനത്തിന് അഭികാമ്യമായ രീതിയിൽ ആ സ്ഥാപനം എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ എങ്ങനെ പെരുമാറണം, ഏത് തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ആ സ്ഥാപനം അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്, അതിൽ നിന്ന് അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് അവരതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ആ ഒരു സ്ഥാപനം നമുക്ക് എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ നൽകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ അവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് ഈ കോഡ് ഓഫ് എത്തിക്സിലൂടെ മനസ്സിലാവും. ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? ഓക്കെ ആണോ അത്? ഓക്കെ. Then അടുത്തത് a code of conduct mentions how employees or members have to act in particular situation. അതുപോലെ തന്നെ ഈ ഒരു പെരുമാറ്റച്ചട്ടങ്ങളുടെ mentions how employees എങ്ങനെ employees or members have to act in particular situation. ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നാൽ അവിടുത്തെ ജീവനക്കാര് അല്ലെങ്കിൽ അംഗങ്ങള് എങ്ങനെ
പ്രവർത്തിക്കണം എന്നുള്ളൊരു സൂചന കൂടി ഇതിലൂടെ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന്. A code of conduct mention how employees or members how to act in a particular situation. ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോ ഇവരെ ആ particular employees അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചും ഒരു അറിവ് അല്ലെങ്കിൽ ഒരു സൂചന ഈ ഒരു പെരുമാറ്റച്ചട്ടത്തിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ പെരുമാറണം, അല്ലാത്ത സമയങ്ങളിൽ ആ സ്ഥാപനത്തിൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയുള്ള പെരുമാറ്റമാണ് ആ സ്ഥാപനത്തിന് ഇഷ്ടം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമാണ് ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റ ചട്ടങ്ങളിലൂടെ ഇവർക്ക് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ? എത്തിക്കൽ ആസ്പെക്ട്സിൽ പറഞ്ഞത് ഈ കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അത് ആരെ സെറ്റ് ചെയ്യുന്നേ? മെഡിക്കൽ പ്രൊഫഷണൽസിലെ അംഗങ്ങൾ അവർ തന്നെ ഏർപ്പാടാക്കിയ ഒരു കൂട്ടം എന്താണ് പെരുമാറ്റ ചട്ടങ്ങളെയാണ് നമ്മൾ കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ആ ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? കൃത്യമായിട്ട് ആ ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക. അതിലൂടെ അവിടുത്തെ അംഗങ്ങള് എന്തെങ്കിലും ഡിസ്ഗ്രേസ് അല്ലെങ്കിൽ അപമാനം വരുത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്താനായിട്ട് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുമുള്ള അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് എത്തിക്സ് എന്ന് പറഞ്ഞാല് മോറൽ സിസ്റ്റം ഓഫ് മോറൽസ് പ്രിൻസിപ്പിൾ, ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്തിക്സ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ എന്താണ് നല്ലതാകുന്നത് എന്നാണ് പ്രധാനമായിട്ടും എത്തിക്സിലൂടെ നമ്മൾ ആശങ്കപ്പെടുന്നത്. അതുപോലെ ഇത് ഡിഫൈൻ ചെയ്തിട്ട് ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിക്കാം. ആസ് എ മോറൽ ഫിലോസഫി അല്ലെങ്കിൽ ധാർമ്മിക തത്വചിന്ത എന്നും നമുക്ക് ഇതിനെ വിശദീകരിക്കാവുന്നതാണ്. ഇനി ഒരു കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് വിശാലമാണ്. ഇറ്റ് ഗീവ്സ് എംപ്ലോയീസ്, ഇത് ആർക്കൊക്കെയാണ്? ഒരു ബിസിനസ്സിന്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ അംഗങ്ങളായിട്ടുള്ളവരോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നതായിട്ടുള്ള എംപ്ലോയീസിന് ഒരു പൊതുവായിട്ടുള്ള ഒരു ആശയം ഇതിലൂടെ കിട്ടുന്നുണ്ട്. എന്താണ് പൊതുവായിട്ടുള്ള എന്താശയമാണ് കിട്ടുന്നത്? ആ ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ആ സ്ഥാപനം ഇവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ആ സ്ഥാപനത്തിന് അഭികാമ്യമായിട്ടുള്ള പെരുമാറ്റം ഏതാണ്, എന്തൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഇവിടെ എടുക്കാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലുള്ള പെരുമാറ്റങ്ങളും തീരുമാനങ്ങളുമാണ് ആ സ്ഥാപനം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം അവിടുത്തെ ഓരോ എംപ്ലോയീസിനും മെമ്പേഴ്സിനും ഈ ഒരു പെരുമാറ്റ ചട്ടങ്ങളുടെ ഈ ഒരു കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ കോഡ് ഓഫ് എത്തിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നാൽ ഇവർ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു സൂചന കൂടി ഈ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിലൂടെ ഇവർക്ക് നൽകുന്നുണ്ട്. മേലൊന്ന് വായിച്ചു നോക്കി എത്തിക്കൽ ആസ്പെക്ട്സ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ, അടുത്തത് ലീഗൽ ആസ്പെക്ട്സ് ആണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എത്തിക്കൽ ആസ്പെക്ട്സ് കഴിഞ്ഞു. അടുത്തതായിട്ട് ലീഗൽ ആസ്പെക്ട്സ് നോക്കി. ലീഗൽ ആസ്പെക്ട്സിൽ ഒരു 3 പോയിന്റ് പ്രധാനമായിട്ടും പറയുന്നുള്ളൂ. ലോ മീൻസ്
set of rules to lead human action. എന്താണ് ലോ എന്ന് പറയുന്നത്? നിയമമാണ് അല്ലെ, നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല സമയങ്ങളിലും. പല നിയമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ. നിയമം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥമാക്കുന്നത്? സെറ്റ് ഓഫ് റൂൾസ് അല്ലെ, ഒരു കൂട്ടം റൂളുകളാണ്. ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻസ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള ഒരു കൂട്ടം റൂൾസിനെയാണ് ശരിക്കും ലോ എന്ന് പറയുന്നത് അല്ലെ. ഓരോ നിയമങ്ങളും നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നല്ലേ പറയുന്നത് അല്ലെ. നിങ്ങൾ ഓരോ ലോയും എടുത്തു നോക്കിയേ, ഓരോ നിയമങ്ങളും എടുത്തു നോക്കിയേ, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കാതിരിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ അതിൽ പരാമർശിക്കുന്നത്. അപ്പൊ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്തിനു വേണ്ടി? ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ്, ഒരു കൂട്ടം റൂളുകളെ, നിയമങ്ങളെയാണ് ലോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഓരോന്നും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് മിസ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? രണ്ടാമത്തത്, ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. ഇനി എന്താ? നമ്മുടെ സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചുമത്തുന്ന അല്ലെ, നമ്മുടെ സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളുടെയോ അതുപോലെ കടമകൾ, ഒബ്ലിഗേഷൻ പറഞ്ഞ കടമകൾ, ധാർമ്മികപരമായിട്ടുള്ള ബാധ്യതകൾ, ഈ കടമകൾ. അപ്പൊ ആ സംസ്ഥാനം ചുമത്തുന്ന റൈറ്റ്സ്, അവകാശങ്ങളും അല്ലെങ്കിൽ കടമകളുടെയും ഒരു സംവിധാനമാണ് നിയമം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഓരോ നിയമങ്ങളിലൂടെയും നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം നമ്മളിൽ ഓരോ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മളിൽ ഓരോ കടമകൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ചുമത്തുന്നുണ്ട് ഇല്ലേ? ഉണ്ടോ? നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നിയമത്തിലൂടെ, കിട്ടുന്നില്ലേ? ഒരുപാട് അവകാശങ്ങൾ നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നില്ലേ? പറ്റാറുണ്ടോ? ഉണ്ട്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കടമകളുണ്ട് അതിന്റെ പേരില് ഇല്ലേ? ഓരോ നിയമങ്ങളിലും നമ്മുടെ മനുഷ്യർ ഓരോരുത്തരും ചെയ്യേണ്ട ഒരുപാട് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ബാധ്യതകള് അല്ലെങ്കിൽ കടമകളുണ്ട്. ഇതെല്ലാം ഇപ്പൊ നമ്മുടെ സംസ്ഥാനം നമ്മളിൽ ചുമത്തുന്ന കുറെ നിയമങ്ങൾ, കുറെ റൈറ്റ്സ്, കുറെ അവകാശങ്ങളും കടമകളും ഒരു സംവിധാനമാണ് ശരിക്കും ലോ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണ് ലോ എന്ന് വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണോ? രണ്ടാമത്തെ, ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്, നമ്മുടെ സംസ്ഥാനം ചുമത്തുന്ന നമ്മുടെ അവകാശങ്ങളുടെയും അതുപോലെ കടമകളുടെയും ഒരു സംവിധാനമാണ് നിയമം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്? മലയാളം നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ? കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടുകയാണല്ലോ. നീതിന്യായ വ്യവസ്ഥ അല്ലെ, കേട്ടിട്ടില്ലേ? ഇത് നീതിന്യായ വ്യവസ്ഥ കേട്ടിട്ടില്ലേ പേര്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നമ്മുടെ സ്റ്റേറ്റ്, സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ അല്ലെ. നമ്മുടെ സ്റ്റേറ്റ് അംഗീകരിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം, അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ലോ എന്ന് പറയുന്നത്. അപ്പൊ 3 രീതിയിലാണ് ലോയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് എന്താ? മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ശരിക്കും ലോ എന്ന് അർത്ഥമാക്കുന്നത്. രണ്ടാമത് പറഞ്ഞില്ല, ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്, സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളും കടമകളുടെയും ഒരു സംവിധാനമാണ് ലോ. മൂന്നാമത്തത്, ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 3 ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, courts or police may impose this system of rules and punish people who violate the laws, such as by paying a fine or
അതർ പെനാൽറ്റി ഇൻക്ലൂഡിംഗ് ജയിൽ. ഇപ്പൊ നമുക്കറിയാം കോർട്ട് അല്ലെങ്കിൽ പോലീസ് ഈ ഒരു സംവിധാനം, അതായത് ഈ നിയമവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിൽ ചുമത്തുന്നുണ്ട് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ഈ നിയമങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ അല്ലെ. പാലിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, എന്താണ് ഈ ഒരു നിയമം നമ്മൾ എന്ത് ചെയ്തു, ലംഘിച്ചു എന്ന് വിചാരിക്കുക. ഈ നിയമങ്ങൾ നമ്മൾ വയലേറ്റ് ചെയ്തു അല്ലെങ്കിൽ ലംഘിച്ചാൽ ആ ഒരു പോലീസിനെ അല്ലെങ്കിൽ ആ ഒരു പോലീസിനോ കോർട്ടിനോ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, എന്തിനുള്ള അധികാരമാണുള്ളത്, ആ നിയമം പാലിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലംഘിച്ചാൽ എന്തിനുള്ള അധികാരമാണുള്ളത്, ഫൈന് അല്ലെ, ഫൈൻ അടക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതർ പെനാലിറ്റീസ്, ഇപ്പൊ മറ്റു പിഴകളോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയോ വരെ നമുക്ക് തരാനുള്ള ഒരു അധികാരം കോർട്ടിനോ പോലീസിനോ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ നിയമം നടപ്പിലാക്കാൻ, നിയമ നടപടികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ളത് കോർട്ടുകൾക്കും പോലീസിനുമാണ്. അവരാണ് നിയമം നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ ചുമത്തുമ്പോൾ നമ്മളത് വയലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ലംഘിക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തികൾക്ക് അതിനനുസരിച്ചുള്ള പിഴയും ശിക്ഷയും, അതായത് ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള എന്താണ് പെനാൽറ്റീസ്, പിഴകളോ അതുപോലെ തന്നെ ഫൈനോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത്രയും ഒക്കെ ആണല്ലോ, നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ പല രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ക്ലിയർ ആണോ ലീഗൽ ആസ്പെക്ട്സ്? ഓക്കെ. അടുത്തതിന് നമ്മള് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയാണ് ഈ ഒരു എത്തിക്സ് ഉള്ളത്, എന്തിനാണ് ഒരു ലീഗൽ ആസ്പെക്ട്സിന്റെ പ്രത്യേകത, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഒബ്ലിഗഡ് ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് in ethical and legal responsibilities. അപ്പൊ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒത്തിരി ധാർമ്മികപരവും നിയമപരവുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതോരോന്നും നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ധാർമ്മികപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണ നിർബന്ധമായിട്ടും ആർക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. ആർക്കും ഉണ്ടാവേണ്ടേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഒബ്ലിഗേറ്റ് ടു എന്താണ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനുള്ള ബാധ്യതയുണ്ട്? ഈ പറയുന്ന നിയമപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ആ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് ഉണ്ടാവണമെന്നൊരു ബാധ്യസ്ഥത ആർക്കുണ്ട്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അത് അവർക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പോളിസീസ് ഫോർ കീപ്പിംഗ് എ സേഫ് ഹോസ്പിറ്റൽ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്. അപ്പൊ അവിടുത്തെ മാനേജ്മെന്റ് ആണ് എന്തിനുള്ള ഉത്തരവാദിത്തമുള്ള ആളുകള്, അവിടെയുള്ള ആ ഹോസ്പിറ്റലിന് ഇങ്ങനെ എത്തിക്സ് പരമായിട്ട് ലീഗൽ പരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ പോളിസികൾ രൂപീകരിക്കുക, അതുപോലെ ഹോസ്പിറ്റൽ സുരക്ഷിതമായിട്ട് നിലനിർത്തുക, മൗലികപരമായ എല്ലാ ഫെസിലിറ്റികളും നൽകുക, സർവീസുകൾ നല്ല രീതിയിൽ നൽകുക, അതുപോലെ ബിൽഡിംഗ് കൺഫോംസ് ടു റീജിയണൽ ബൈലോസ്. അതായത് ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ നിയമപരമായ വശങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ലൈസൻസ് മുതലായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, ആ സേഫ്റ്റി റെഗുലേഷൻ, സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പാലിക്കുക, സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്, ശുചീകരണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തം ആർക്കാണ്? ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണ് ഉള്ളത്. Hospital being an inevitable part of the social system. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക സംവിധാനത്തിലെ ഒരു അനിവാര്യമായിട്ട് നമുക്ക് ഒഴിച്ചു മാറ്റാനാവാത്ത ഒരു ഭാഗമാണ്. ആ സബ്ജക്ട് ടു ഓൾ ലോസ് ഓഫ് ദ ലാൻഡ്. നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഈ ഒരു ഹോസ്പിറ്റലും ബാധകമാണ് അല്ലെ. ഹോസ്പിറ്റലിന് സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങളല്ല, ഹോസ്പിറ്റലിന് ഈ പറയുന്ന രാജ്യത്തുള്ള നമ്മുടെ രാജ്യത്ത് പാലിക്കേണ്ട നിയമങ്ങളിലൊക്കെ ഈ ഹോസ്പിറ്റലും ഉൾപ്പെടുന്നതാണ് അല്ലെ. അല്ലാതെ ഹോസ്പിറ്റലിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് നിയമം, ഹോസ്പിറ്റലിന് വേണ്ടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നിയമങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്ന എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യണം? ഈ ഹോസ്പിറ്റലിന് പാലിക്കേണ്ടവ ഹോസ്പിറ്റൽ നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. അല്ലാതെ ഒരു നിയമങ്ങളും ഇല്ലാതെ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇത്ര അടുത്ത ക്ലാസ്സിൽ മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മുതലുള്ള കാര്യങ്ങൾ, മറ്റു രണ്ട് ആസ്പെക്ട്സും എത്തിക്കൽ ആസ്പെക്ട്സും ലീഗൽ ആസ്പെക്ട്സും ഒന്ന് വായിച്ചിട്ട് വേണം കേട്ടോ. താങ്ക് യു.